അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്ന ഇടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919. ചേലക്കര റോഡ് വഴിവിളക്കുകൾ ദുരിതം തിരഞ്ഞെടുപ്പ് ചർച്ചയാകുന്നു. പൂളച്ചോട് മലമ്പാടം റോഡിൽ പ്രഖ്യാപനങ്ങൾ മാത്രം, നടപടിയില്ല. വോട്ടർമാർ കടുത്ത രോഷത്തിൽ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ചേലക്കര പഞ്ചായത്തിലെ 10ാം വാർഡിലെ വോട്ടർമാർ കടുത്ത ആശങ്കയിലാണ്. കാലങ്ങളായി തുടരുന്ന റോഡ് വഴിവിളക്ക് ദുരിതങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും ചർച്ചയാകുന്നു. ചേലക്കര പഞ്ചായത്തിലെ പൂളച്ചോട് മലമ്പാടം റോഡ് ഇന്നും കുണ്ടും കുഴിയും നിറഞ്ഞ ഈ റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണമാണ്. പല അത്യാവശ്യ ഘട്ടങ്ങളിലും ഈ ദുരവസ്ഥ ജനങ്ങൾക്ക് പ്രയാസം സൃഷ്ടിച്ചിട്ടുമുണ്ട്. പലപ്പോഴും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പ്രതീക്ഷ നൽകുകയും ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്ത് കബളിപ്പിക്കപ്പെടുക മാത്രമാണ് ഉണ്ടായതെന്ന് നാട്ടുകാർ നിസ്സഹായതയോടെയാണ് പറയുന്നത്. എന്നെങ്കിലും തങ്ങളുടെ ഈ അടിസ്ഥാനാവശ്യം നിറവേറുമോ എന്ന ചോദ്യവും പ്രദേശവാസികളിൽ ഉടലെടുത്തു കഴിഞ്ഞു. വരും തലമുറയ്ക്കെങ്കിലും ദുരിതപൂർണമായ അവസ്ഥ സംജാതമാവരുത് എന്ന ചിന്തയും ഇതിൽ നിന്നും വ്യക്തമാണ്. പലപ്പോഴും മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം പോലെ മാത്രം തെളിയുന്ന വഴിവിളക്കുകൾ യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. അത്യാവശ്യമായി വൈദ്യസഹായം ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ പോലും വാഹനങ്ങൾ അവിടെ എത്താത്തത് വളരെയധികം ഭീതിയുണർത്തുന്ന ഒന്നായി അവർക്കിടയിൽ നിലനിൽക്കുകയാണ്. ഇനിയും റോഡിന്റെ നവീകരണത്തിൽ പരിഹാരമുണ്ടാകാതെ ഈ സാഹചര്യം തുടർന്നാൽ ആരുടെയെങ്കിലും ജീവന് വരെ ആപത്തുണ്ടാകുമോ എന്ന ഭീതിയും ഇവരിൽ നിലനിൽക്കുന്നു. ഇനിയൊരു തിരഞ്ഞെടുപ്പ് കൊണ്ടെങ്കിലും തങ്ങൾക്ക് സഞ്ചാരയോഗ്യമായ റോഡും രാത്രികാലങ്ങളിൽ കെടാത്ത പ്രകാശം നൽകുന്ന ലൈറ്റുകളും ഉണ്ടാവുമോ എന്ന ആശങ്കയാണ് ഇവർ പങ്കുവെക്കുന്നത്. പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു മുൻകാലത്ത്. അപ്പോ ഈ തിരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും ഇവിടെയുള്ള ഈ ദുരിതാവസ്ഥയ്ക്ക് അധികാരികൾ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? കാണേണ്ടതാണ്. അതായത് ഒരു വർഷത്തോളം എടുത്തായി ഇപ്പം ഒരു ബോർഡ് ഇവിടെ കണ്ടു. ഈ ഫോറസ്റ്റ് ഏരിയയിലെ റോഡുകൾ നവീകരിക്കുന്നതിന് വേണ്ടി MLAയോ MP 30 ലക്ഷം രൂപ അനുവദിച്ചു എന്ന ബോർഡ് കാണുന്നു. ഈ ബോർഡ് കാണുന്നതിൻ്റെ പ്രവർത്തികളെക്കുറിച്ച് എൻ്റെ മുന്നൊരുക്കങ്ങൾ ടെൻഡറായാലും മറ്റു കാര്യങ്ങളൊന്നും നടന്നതിനെ കുറിച്ചിട്ട് ഒരു വിവരങ്ങളും ഇതേവരെ നമുക്ക് കിട്ടിയിട്ടില്ല. എനിക്കതിന് പറയാനുള്ളത്, ഈ നാട്ടിലെ മലമ്പാടം പ്രദേശത്തെ ഈ ഫോറസ്റ്റ് കൂടെയുള്ള പോക്ക് ജനങ്ങളുടെ വളരെയേറെ ദുരിതപൂർണമായിട്ടൊരു വഴിയാണ്. അത് കാട്ടുമൃഗങ്ങൾ, പന്നിയായാലും വേണ്ടില്ല, മാനായാലും വേണ്ടില്ല, കുരങ്ങായാലും വേണ്ടില്ല, ഏത് രീതിയിൽ നോക്കിയാലും ശല്യങ്ങളും, അതുപോലെ രാത്രിയിൽ പോകണമെങ്കിൽ റോഡില്ലാത്തതിനുള്ള ദുരിതങ്ങൾ, വെളിച്ചമില്ലാത്ത ദുരിതങ്ങൾ, ഇതിൻ്റെ ഒരു പരിഹാരം കാണുക. ഇതേപോലെ ബോർഡുകൾ വെക്കുമ്പോൾ ആ ബോർഡുകൾ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ അതിന് വേണ്ട രീതിയിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തീകരിച്ചു ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ആ പ്രവൃത്തികൾ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. വന്യജീവികൾ കൂടിയുള്ള ഈ പ്രദേശത്തു കൂടിയുള്ള യാത്ര, അതും വെളിച്ചമില്ലാതെ മോശമായ വഴിയിലൂടെ കൂടിയാകുമ്പോൾ ഇവരുടെ ആവശ്യത്തിന്റെ ആഴം വ്യക്തമാണ്. നാട്ടുകാരുടെ ഈ പ്രതികരണത്തിൽ അവരുടെ ആശങ്കയും രോഷവും പ്രകടമാവുന്നു. റോഡിന്റെ നവീകരണത്തിനായി MLA ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ അനുവദിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ബോർഡുകൾ സ്ഥാപിച്ചതല്ലാതെ ഇന്നും അതിന്റെ തുടർ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നത് ജനങ്ങളുടെ അമർഷത്തിന് ആക്കം കൂട്ടുന്നു. ഒരു വർഷം മുമ്പ് തന്നെ ഇവിടെ ഒരു മരണ വീട് ഉണ്ടായപ്പോൾ അവിടുന്ന് മൃതദേഹം 500 മീറ്ററോളം ഏറ്റിയിട്ടാണ് കുടുംബക്കാർ കൊണ്ടുവന്നിരുന്നത്. ആംബുലൻസ് ഇറങ്ങില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അന്നും ഈ സമയത്തൊന്നും അധികാരികൾ അങ്ങോട്ടാരും കണ്ടിട്ടില്ല. ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമാണ് അവരൊക്കെ വന്നിരുന്നത്. അപ്പോൾ ചേട്ടൻ എന്താ തോന്നുന്നത്? ഇനിയെങ്കിലും ഇവിടെ മാറ്റം വരും എന്ന് പ്രതീക്ഷിക്കുന്നു? മാറ്റം വരുത്തണം, എന്നാലേ ഇതാവുള്ളൂ. എന്നെ സംബന്ധിച്ച് ഞാൻ ജനപ്രതിനിധിയായിരിക്കുന്ന ഭാഗത്ത് ആർക്ക് എന്ത് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടോ അത് പൂർത്തീകരിച്ചിട്ടുണ്ട്, ധൈര്യമായിട്ട് ഞാൻ പറയും. അതിന് ഉദാഹരണമാണ് ഈ ചെമ്പാംകുളമ്പ് കോളനിയിൽ മലമ്പാടം കോളനിയിലേക്കുള്ള റോഡ്. ഞാനന്ന് അവർക്കൊരു കോളനി നിവാസികൾക്കൊരു വാക്ക് കൊടുത്തതാണ്. ഞാനിവിടെ നിന്ന് അധികാരത്തിൽ ജയിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ റോഡിൻ്റെ നിങ്ങളുടെ ആഗ്രഹം സബലീകരിച്ച് തരുമെന്ന് പറഞ്ഞു. അതിൻ്റെ പണി 90% ഞാൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി ഒരു 5 ലക്ഷം രൂപയുടെ കോൺക്രീറ്റ് പണിയോടെ ചേർന്നാൽ ജനങ്ങൾ ഉപകാരപ്രദമായ രീതിയിൽ റോഡാകും. അപ്പോഴത്തെ എൻ്റെ കാലാവധി കഴിഞ്ഞു പോയി. 40 ലക്ഷം രൂപ ഞാൻ ആ റോഡിന് ചിലവൊക്കെയാണ് ആ പണി പൂർത്തീകരിച്ചത്. അതേപോലെ ഇതും പണികൾ
ആര് ജനപ്രതിനിധികൾ വന്നാലും ജനങ്ങളുടെ ആവശ്യങ്ങളനുസരിച്ച് അറിഞ്ഞുകൊണ്ട് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഈ വാഗ്ദാനങ്ങൾ ഇവിടെയുള്ള ജനങ്ങളെ കബളിപ്പിച്ചതിന് തുല്യമാണ്. അധികാരികൾ പോലും മറന്ന മട്ടിൽ അവഗണിക്കുന്ന ഈ സ്ഥലത്തെ തേടി അവരെത്തുന്നത് തിരഞ്ഞെടുപ്പ് കാലങ്ങളിൽ മാത്രമെന്ന യാഥാർത്ഥ്യം ഈ തിരഞ്ഞെടുപ്പ് വിധിയെ മാറ്റി എഴുതുമോ? കാത്തിരുന്നു കാണാം. CCVക്ക് വേണ്ടി സുമേഷ് അരയംപറമ്പിലിനൊപ്പം അശ്വതി മുരളീധരൻ.